ഉത്തർപ്രദേശിൽ നിന്ന് നടത്തിയ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം വിജയകരം. ISROയുടെയും ത്രസ്റ്റ് ടെക് ഇന്ത്യയും ചേർന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ആദ്യമായാണ് റോക്കറ്റ് വഴി സാറ്റലൈറ്റ് പേലോഡ് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ISROയുടെ മറ്റൊരു വിജയ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ നിന്ന് നടത്തിയ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം. കൂടുതൽ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും വിനോദ്, ഏറ്റവും സുപ്രധാനമായൊരു നേട്ടം എന്ന ഇക്കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത് ഈ ISROയുടെ മറ്റ് സംരംഭങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അത് കൂടുതൽ ഗവേഷണ സംവിധാനങ്ങൾ, ടെസ്റ്റ് ഫെസിലിറ്റികളെല്ലാം തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളുടെ ഒരു വിജയകരമായ പരീക്ഷണം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ത്രസ്റ്റെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി സഹകരിച്ചാണ് ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണവും നിർമ്മാണവും എല്ലാം തന്നെ നടന്നത്. ഇന്നലെ വൈകുന്നേരം 5:14 വിക്ഷേപണം നടന്നത്. 15 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റ് 1.1 കിലോമീറ്റർ മുകളിലേക്ക് പറന്നു പൊങ്ങിയതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റ്, ആ സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയും, സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ഡമ്മി സാറ്റലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയും അത് പാരഷൂട്ട് വഴി താഴെ ഇറങ്ങുകയും ചെയ്തു. ഏതാണ്ട് വിക്ഷേപണ സ്ഥലത്ത് നിന്ന്, അതായത് ഈ റോക്കറ്റ് വിക്ഷേപിച്ച ആ ഇടത്തിൽ നിന്ന്, ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് 400 മീറ്റർ അകലെ കൃത്യമായും ഈ സാറ്റലൈറ്റ് തിരിച്ചെത്തുകയും ചെയ്തു. തിരിച്ച് ഭൂമിയിൽ കൃത്യമായി വന്നിറങ്ങുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി, അതായത് കുട്ടികൾ നിർമ്മിക്കുന്ന സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം, അതായത് ചെറിയ സാറ്റലൈറ്റുകൾ ചില ഗവേഷണ ആവശ്യങ്ങൾക്കായും അതുപോലെ തന്നെ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഗവേഷണ ആവശ്യങ്ങൾക്കായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന സാറ്റലൈറ്റുകളുണ്ട്. അത്തരത്തിൽ തന്നെ പല സംവിധാനങ്ങൾ, അതായത് അന്തരീക്ഷത്തിൻ്റെ തന്നെ ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ തന്നെ ചില പ്രത്യേക ഏരിയകളിലേക്ക് കൃത്യമായി, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ദൂരത്തിലേക്ക് 1-2 കിലോമീറ്റർ മുകളിലേക്ക് ചെന്ന് കൃത്യമായി അവിടെ നിന്ന് താപനില അളക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ പരിശോധനകൾക്ക് ആവശ്യമായ ചെറിയ സംവിധാനങ്ങൾ, ചെറു സാറ്റലൈറ്റുകൾ, കുറേ കൂടി കാര്യക്ഷമമായ വിവരശേഖരണം നടത്താൻ സാധിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനും അത് വായുവിലൂടെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് സമയത്തിനകം തിരിച്ച് സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അത്രയും സമയം വായുവിലുള്ള വിവരങ്ങൾ, അന്തരീക്ഷത്തിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനുള്ള സാധ്യത, വളരെ പ്രയോജനകരമായ ഗവേഷണ ഡാറ്റകളൊക്കെ തന്നെ ലഭ്യമാകും. അത്തരത്തിലുള്ള വലിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗം കൂടിയായാണ് ഈ റോക്കറ്റ് ലോഞ്ച് UPയിൽ നിന്ന് നടന്നത്. ഏറ്റവും സുപ്രധാനമായി എന്ന് എടുത്തു പറയേണ്ടത്, ഈ UP പോലുള്ളൊരു പ്രദേശത്ത്, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ളൊരു പ്രദേശത്തേക്ക് നീങ്ങി ഇത്തരത്തിലൊരു റോക്കറ്റിൻ്റെ വിക്ഷേപണം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യം, ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണം നടക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായൊരു പ്രദേശത്ത് നിന്നാണ്, അത് UPയിൽ നിന്നാണ് എന്നത് മറ്റൊരു പ്രാധാന്യം കൂടി അർഹിക്കുന്നുണ്ട്. ഭാരതത്തിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ശ്രീഹരിക്കോട്ടയം ഉൾപ്പെടെയുള്ള ടേൾസ്, തിരുവനന്തപുരത്തെ ടേൾസ് ഉൾപ്പെടെയുള്ള ആ സംവിധാനങ്ങൾക്ക് അപ്പുറം ഒരു റോക്കറ്റ് ലോഞ്ച് നടന്നിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. ഉത്തർപ്രദേശിൽ നിന്നാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം വിജയകരമാകുന്നത്. ISROയും ത്രസ്റ്റ് ടെക് ഇന്ത്യയും ചേർന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഇത് വിജയകരമാക്കാൻ ISROയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.